Welcome to Science Talks. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ജനറ്റിക് ഡിസോർഡർ എന്ന് പറയുന്ന ടോപ്പിക്കാണ് ആ ഒരു സെറ്റ് എക്സാം ബേസ് ചെയ്തിട്ട് എടുത്തത്. അപ്പം ഇതും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതായത് എല്ലാം ഒരേപോലെ വരുന്ന ആ ഒരു പാറ്റേൺ ആണല്ലോ ഇത്. എല്ലാം ടർണർ സിൻഡ്രോം, ഡൗൺ സിൻഡ്രോം എല്ലാത്തിലും ആ ക്രോമസോമിൽ വരുന്ന വ്യത്യാസം, അവിടെ എണ്ണത്തിൽ വരുന്ന വ്യത്യാസങ്ങളൊക്കെയാണ് മാറ്റം വരുന്നത്. അപ്പോൾ കുറച്ച് കൺഫ്യൂസിങ് ആണ്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ആണ് അധികവും റിപ്പീറ്റഡ് ആയിട്ട് പിന്നീട് ചോദിച്ചിട്ട് കണ്ടിട്ടുള്ളത്. അപ്പോൾ ജനറ്റിക് ഡിസോർഡേഴ്സ് മെയിൻലി 7 എണ്ണം ഉണ്ട്. ആ 7 എണ്ണം എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിനു മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ നോട്ടിഫിക്കേഷൻ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ ആ ടൈമിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. സോ നിങ്ങളുടെ സപ്പോർട്ടും കൂടി എനിക്ക് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. സെറ്റ് പഠിക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിരിക്കുക. അപ്പോൾ ഒരു നോട്ട്സ് പോലെ ആയിട്ട് എഴുതി വെക്കുന്നുണ്ടെങ്കിൽ, ആ ഒരു കീ പോയിന്റ്സ് നോട്ട് പോലെ എഴുതി എടുക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. സോ നമുക്ക് പോവാം. ആദ്യത്തേതെന്ന് പറയുന്നത് ഡൗൺ സിൻഡ്രോം ആണ്. അപ്പോൾ ഡൗൺ സിൻഡ്രോമിനെ നമ്മൾ വേറൊരു പേരും കൂടി പറയുന്നുണ്ട്. ട്രൈസോമി 21 എന്നാണ് ആ ഒരു ഡിസീസിന്റെ പേര്, ട്രൈസോമി 21. സോ ആ പേരിൽ തന്നെ ഉണ്ട് എന്താണ് ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്ന ആ ഒരു ഡിസോർഡറിന് കാരണം. A person has an extra copy of chromosome 21. അപ്പോൾ നമ്മളുടെ നോർമൽ ഹ്യൂമൻ കാരിയോടൈപ്പിൻ്റെ അകത്ത് നിന്ന് വ്യത്യസ്തമായിട്ട് അവിടെ 21st ക്രോമസോമിൽ എന്തുണ്ടാകും? ഒരു എക്സ്ട്രാ കോപ്പി ഉണ്ടാവും. സാധാരണ പെയർ ആയിട്ടാണല്ലോ കാണുക, 2 ക്രോമസോം വരേണ്ടടുത്ത് അവിടെ ഒരു ക്രോമസോമും കൂടി ഉണ്ടാകും, ഒരു എക്സ്ട്രാ കോപ്പി ഉണ്ടായിരിക്കും. അതാണ് ട്രൈസോമി 21. ഓക്കെ, ഡൗൺ സിൻഡ്രോം എന്ന് പറയുമ്പോൾ 21st പൊസിഷനിൽ ഒരു എക്സ്ട്രാ ക്രോമസോം. ഓക്കെ, സോ ദെൻ നെക്സ്റ്റ് വൺ ഈസ് ടർണർ സിൻഡ്രോം. ടർണർ സിൻഡ്രോം എന്ന് പറയുമ്പോൾ ഫീമെയിൽസിന് മാത്രം അധികമായിട്ട് കാണുന്ന ആ ഒരു ഡിസോർഡറാണ്. ഫീമെയിൽസിനെ മാത്രം ക്യാരക്ടറൈസ് ചെയ്തിട്ടുള്ള ഒരു ഡിസോർഡറാണ് ടർണർ സിൻഡ്രോം. സോ അതായത് എക്സ് ക്രോമസോം ഉണ്ടാവില്ലേ, ആ ഒരു എക്സ് ക്രോമസോം നമുക്ക് എക്സ് ആയിരിക്കും അല്ലേ. ഫീമെയിൽസിൻ്റെ അത് ശരിക്കും വരേണ്ട നോർമൽ കാരിയോടൈപ്പ് എന്ന് പറയുമ്പോൾ അവിടെ എക്സ് ആണ്, 2 എക്സ് വരേണ്ട സ്ഥാനത്ത് ടർണർ സിൻഡ്രോം വന്ന ആൾക്കാർക്ക് ഒരു എക്സ് ക്രോമസോം ഉണ്ടായിരിക്കില്ല. സോ ഈ ഒരു കാരിയോടൈപ്പിൻ്റെ അകത്ത് ലാസ്റ്റ് 23rd പൊസിഷനിൽ നോക്കിയാൽ ഇവിടെ ഒരു എക്സ് ക്രോമസോം മാത്രമേ കാണുന്നുള്ളൂ, ഒരു സ്ഥലം ബ്ലാങ്ക് ആണ്. സോ അവിടെ 2 എക്സ് ക്രോമസോമിന് പകരം ഒറ്റൊരു എക്സ് ക്രോമസോമേ ഉള്ളൂ. അതാണ് 45X ആണ് അവിടെ വരിക. ഓക്കെ, then next one is Cry-du-Chat syndrome. Cry-du-Chat syndrome എന്ന് പറയുമ്പം ഈ ഒരു cry of the cat എന്ന് പറയുന്ന ആ ഒരു മീനിങ് നിന്നാണ് ഈ ഒരു Cry-du-Chat syndrome വന്നത്. കാറ്റ് ക്രൈ ഡിസീസ് എന്നൊക്കെ ഇതിന് പറയും. അതായത് ഈ ഒരു Cry-du-Chat ഡിസീസ് വന്ന ആൾക്കാരുടെ സംസാരവും അവരുടെ കരച്ചിലൊക്കെ പൂച്ച കരയുന്ന പോലെ ഉണ്ടാകും എന്നാണ് പറയുന്നത്. സോ എന്താണ് ഈ ഒരു Cry-du-Chat syndromeന്റെ ആ ഒരു കോസ് അല്ലെങ്കിൽ കാരണം എന്ന് പറയുന്നത്, ക്രോമസോം 5ൽ ഒരു ചെറിയ പോർഷൻ അങ്ങ് ഡിലീറ്റ് ആയി പോയിട്ടുണ്ടാവും. ഫുള്ളായിട്ട് ഡിലീറ്റ് ആവില്ല. നമ്മളൊരു ക്രോമസോം എന്ന് പറയുമ്പോൾ അതിൽ P ആമും Q ആമും ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു കാരിയോടൈപ്പിൽ 5th ക്രോമസോമിൽ ഒരു ക്രോമസോമിൻ്റെ P ആം എന്ന് പറയുന്നത് മുകളിലുള്ള ഈ ഒരു ആം അതിൻ്റെ ഒരു പോർഷൻ ഡിലീറ്റ് ആയിപ്പോയി. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന കാരണം എന്ന് പറയുന്നത്. ഒന്നിക്കൽ പി ആം ആകാം, മോസ്റ്റ് കോമൺലി പി ആം ആയിരിക്കും ഡിലീറ്റ് ആയി പോകുന്നത്. ഒരു പോർഷൻ മാത്രമേ ഡിലീറ്റ് ആവുള്ളൂ. ക്രോമസോം മൊത്തത്തിൽ ഈ ഒരു Cry-du-Chat ഡിസീസിൽ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ അതാണ് Cry-du-Chat സിൻഡ്രോം എന്ന് പറയുന്നത്. ഞാൻ ഈ ഒരു ക്ലാസ്സിൽ എന്താണ് അതിൻ്റെ കോസ്, അതിൻ്റെ ആ ഒരു കാരിയോടൈപ്പ് മാത്രമാണ് പറയുന്നത്. അതാണ് മെയിനായിട്ട് സെറ്റ് എക്സാമിന് ചോദിക്കുന്നത്. ഓക്കെ, അപ്പം അത് പക്കയായിട്ട് പഠിച്ചു വെക്കണം. Then next one is Edwards syndrome. അപ്പോൾ എഡ്വേർഡ് സിൻഡ്രോം എന്ന് വെച്ചാൽ ഇത് ആക്ച്വലി വന്നു കഴിഞ്ഞാൽ അതിനൊരു പ്രിവെൻഷൻ ഇല്ല. ഈ ഒരു എഡ്വേർഡ് സിൻഡ്രോമിന് പ്രിവെൻഷൻ ഇല്ല. അപ്പോൾ എന്താണ് എഡ്വേർഡ് സിൻഡ്രോം എന്ന് വെച്ചാൽ 18ാമത്തെ ക്രോമസോമിൽ 18th ക്രോമസോമിൽ ഒരു എക്സ്ട്രാ ക്രോമസോം ഉണ്ടായിരിക്കും. ഡൗൺ സിൻഡ്രോം എന്ന് വെച്ചാൽ 21st ക്രോമസോമിലാണ് എന്തുള്ളത്, ഒരു എക്സ്ട്രാ ക്രോമസോം. ട്രൈസോമി 21 ആണ്. അപ്പോൾ നമുക്ക് ഇതിന് പറയാം ട്രൈസോമി 18 എന്ന് വേണമെങ്കിൽ പറയാം. സോ കൺഫ്യൂഷൻ അവിടെ വരുമല്ലോ. 21 ആണ് ഡൗൺ സിൻഡ്രോം, 18 ആണ് എഡ്വേർഡ് സിൻഡ്രോം എന്ന് പറയുന്നത്. ഓക്കെ, 18th ക്രോമസോമിൽ 2 എണ്ണത്തിന് പകരം 3 കോപ്പീസ് ഉണ്ടായിരിക്കും. സോ ആ ഒരു പോയിന്റ് എഴുതി വെക്കുക. ഡൗൺ സിൻഡ്രോം ട്രൈസോമി 21, എഡ്വേർഡ് സിൻഡ്രോം ട്രൈസോമി 18. സോ Cry-du-Chat ആണെങ്കിൽ ക്രോമസോം 5 ആണ്, ഒരു പോർഷൻ മാത്രമേ ഡിലീറ്റ് ആവുന്നുള്ളൂ. അങ്ങനെ എഴുതി വെക്കുക. ഓക്കെ, ടേണർ സിൻഡ്രോം ആണെങ്കിലോ ഫീമെയിൽസിൽ മാത്രം വരുന്നതാണ്, ഒരു എക്സ് ക്രോമസോമേ ഉണ്ടായിരിക്കുള്ളൂ. സോ ദ നെക്സ്റ്റ് വൺ ഈസ് ക്ലൈൻഫെൽട്ടർ സിൻഡ്രോം. ക്ലൈൻഫെൽട്ടർ സിൻഡ്രോം എന്ന് പറയുന്നത് മെയിൽസിൽ മാത്രമാണ് കാണുന്നത്. സോ നമ്മൾ ടേണർ സിൻഡ്രോം പഠിച്ചപ്പോൾ അത് ഫീമെയിൽസിൽ മാത്രമായിരുന്നു. ക്ലൈൻഫെൽട്ടർ സിൻഡ്രോം മെയിൽസിലാണ്.
മെയിൽസിൽ എന്ത് കൂടുതലായിരിക്കും? ഒരു എക്സ്ട്രാ എക്സ് ക്രോമസോം ഉണ്ടായിരിക്കും. ഓക്കെ, രണ്ട് എണ്ണാണല്ലോ മെയിലിന് എക്സും വൈയും ആണല്ലോ ഉണ്ടായിരിക്കുക. യൂഷ്വലി എക്സ് വൈ ആണ് മെയിലിൽ വരുന്നത്, അതിന് പകരം എക്സ് വൈ ആയിരിക്കും. ഒരു എക്സ്ട്രാ എക്സ് ക്രോമസോം ഉണ്ടായിരിക്കും ക്ലൈൻഫെൽറ്റർ സിൻഡ്രോമിന്. ടേർണർ ആയിരുന്നപ്പോൾ എന്തായിരുന്നു? അവിടെ ഒരു എക്സ് ക്രോമസോം ഇല്ല. എക്സ് എന്ന് വരേണ്ടതിന് പകരം ഒരു എക്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, സോ അങ്ങനെ എഴുതി വെച്ച് പഠിക്കുക. 47th ക്രോമസോമിൽ എക്സ് വൈ ക്രോമസോം ഉണ്ടായിരിക്കും. ദെൻ പെറ്റാവോ സിൻഡ്രോം എന്ന് പറയുന്നതും ട്രൈസോമി 13 ആണ്. അപ്പോൾ ഇവിടെ തന്നെ 3 ട്രൈസോമി വന്നല്ലേ, 3, അതായത് 2 ക്രോമസോമിന് പകരം 3 എണ്ണം ഉണ്ടായിരിക്കുക. ഒന്ന് ഡൗൺ സിൻഡ്രോം ട്രൈസോമി 21, പിന്നെ ഏതായിരുന്നു എഡ്വേർഡ് സിൻഡ്രോം ട്രൈസോമി 80, പിന്നെ ഉള്ളത് പെറ്റാവോ സിൻഡ്രോം ട്രൈസോമി 13 ആണ്. അപ്പോൾ പെറ്റായം ഈ ഒരു 13 എന്ന് വെച്ചാൽ എന്തായിരിക്കും? ആ ഒരു 13th പൊസിഷനിൽ ഒരു എക്സ്ട്രാ കോപ്പി ഉണ്ടായിരിക്കും. ഓക്കെ, എക്സ്ട്രാ കോപ്പി ഉണ്ടായിരിക്കും. സോ അതിന്റെ കാരിയോടൈപ്പ് നമുക്ക് ഇങ്ങനെ എഴുതാം. 47 എന്ന് പറയുന്നത് മൊത്തത്തിലുള്ള ക്രോമസോംസിൽ ഓട്ടോസോംസും, പിന്നെ ഉള്ളത് എക്സ് വൈ സെക്സ് ക്രോമസോം ഉണ്ടായിരിക്കും മെയിലാണെങ്കിൽ, അതിന്റെ കൂടെ 13th ഒരു എക്സ്ട്രാ എക്സ് ക്രോമസോമും കൂടി ഉണ്ടായിരിക്കും. സോ ഇവിടെ മെയിൽസിലാണെങ്കിൽ ഫീമെയിൽസിലാണെങ്കിൽ എക്സ് എഴുതാം. ഓക്കെ, സംഭവം എന്താ? 13th ക്രോമസോമിൽ ഒരു എക്സ്ട്രാ എക്സ് ക്രോമസോം ഉണ്ടായിരിക്കും. Then the last one is Jacobson's disease. ഈ Jacobson's disease എന്ന് പറയുന്നത് 11q terminal deletion disorder എന്നും പറയുന്നുണ്ട്. ഇതൊരു കാരിയോടൈപ്പിന്റെ ഒരു കോപ്പിറൈറ്റ് ഇല്ലാത്തൊരു പിക്ചർ അവൈലബിൾ ആയിട്ട് കിട്ടിയിട്ടില്ല. സോ സംഭവം മനസ്സിലാവും പെട്ടെന്ന് പറഞ്ഞാൽ. 11q terminal deletion എന്ന് വെച്ചാൽ 11th ക്രോമസോമിൽ ഡിലീഷൻ നടക്കുകയാണ്. ഏത് ആംസിലാണ് ഡിലീഷൻ നടക്കുന്നത്? 11th ക്യൂയുടെ ടെർമിനൽ പോർഷൻ. അതായത് ഒരു ക്രോമസോം, ഇപ്പോൾ ഇവിടെ 11th ക്യൂവിലുള്ള ക്രോമസോം ആണ് വരക്കുന്നത്. 11 എന്ന് പറയുമ്പോൾ 2 ക്രോമസോം വരക്കണമല്ലോ, 2 പെയർ ഉണ്ടാവുമല്ലോ. ആ 2 പെയറിൽ ഏതെങ്കിലും ഒരു പെയറിൻ്റെ ആയിരിക്കാം ലാർജ്. ഇതാണ് ക്യൂ ആമെങ്കിൽ ആ ക്യൂ ആമിൽ ടെർമിനൽ എൻഡിന്റെ ഒരു പോർഷൻ അങ്ങ് എന്ത് ചെയ്തിട്ടുണ്ടാവും? ഡിലീറ്റ് ആയി പോയിട്ടുണ്ടാവും. ഓക്കെ, ക്യൂ ആമിലാണ് നടക്കുന്നത്, 11th ക്രോമസോമിലാണ് നടക്കുന്നത്. അതാണ് ജേക്കബ്സൺ സിൻഡ്രോമിന് മനസ്സിലാക്കേണ്ടത്. ഇപ്പം നമ്മൾ ക്രൈഡോ ചാറ്റ് പഠിക്കുമ്പോൾ അവിടെ 5th ക്രോമസോമിൽ പി ആമിലാണ് ഡിലീഷൻ നടന്നത്. പക്ഷെ ജേക്കബ്സൺ ആണെങ്കിൽ 11th ക്രോമസോം ക്യൂ ആമിലാണ് ഡിലീഷൻ നടന്നത്. സോ ഇത്രയാണ് ആ ഒരു ക്രോമസോമൽ ഡിസോർഡേഴ്സിൽ വരുന്ന മെയിനായിട്ട് വരാൻ ചാൻസ് ഉള്ള കുറേ പോർഷൻസ്. സോ ഇതൊക്കെ പക്കയായിട്ട് പഠിച്ചു വെക്കുക. സോ അതിൻ്റെ കൂടെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക, എന്നാലേ എൻ്റെ ആ യൂട്യൂബ് ചാനൽ ഒന്ന് ഗ്രോത്ത് ആവുള്ളൂ. സോ താങ്ക് യു.